عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളിവെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിർളല്ലാഹ്. മുസ്ലിം ലോകം ഇനി വിശിഷ്ടമായ ദുൽഹിജ്ജയിലേക്ക്, ഇതാ പുണ്യങ്ങളുടെ വലിയ മഹാകേന്ദ്രമായിരുന്ന വിശുദ്ധ റമളാൻ്റെ വേർപാടിന് ശേഷം ശവ്വാൽ, ദുൽഖഅദ്, അതെ 2 മാസങ്ങൾ നാം നല്ല സൽക്കർമ്മങ്ങൾ തന്നെയായിരുന്നു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് നാളും സൽക്കർമ്മങ്ങൾ മാറ്റിവെക്കുക എന്ന ഒന്ന് അവരിൽ ഇല്ലല്ലോ. എന്നാൽ നാടുകളിൽ ചിലത് അതിമഹത്തായിരിക്കും. ഒന്നിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ മറ്റൊന്ന് വിശേഷപ്പെട്ടതാകും. ആ ഗണത്തിൽ വിശുദ്ധ റമളാൻ വളരെ പവിത്രമാണ്. എന്നാൽ പിന്നീട് ഈ വിശുദ്ധ ശവ്വാൽ, അതും കഴിഞ്ഞ് ദുൽഖഅദയുടെ നാളുകളിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ജനലക്ഷങ്ങൾ പുണ്യഭൂമിയിലേക്ക്, വിശുദ്ധ ഹറമുകളിലേക്ക് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന അത്യുജ്വലമായ അനുഭവ സാക്ഷ്യം വിശ്വാസികളുടെ ഹൃദയത്തെ കോരിത്തരിപ്പിക്കുകയാണ്. അത് വല്ലാത്തൊരു അനുഭവമാണല്ലോ. കഅബാലയം അവർ നേരിൽ കാണുകയാണല്ലോ. മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്ത് അവർ എത്തുകയാണല്ലോ. ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണഭൂതനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തിരുജന്മം നൽകിയ അതാ മക്ക രാജ്യത്ത് ഉമ്മുൽ ഖുറ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച വിശുദ്ധ മക്കയിൽ എത്തുമ്പോൾ, കാലുകൾ അവിടെ പതിയുമ്പോൾ മനസ്സുകൾക്കുള്ള ഒരു ആത്മീയ ആനന്ദം അത് വിവരിക്കാൻ സാധ്യമാണോ? അതേ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം സ്പർശിച്ചിരിക്കുന്ന വിശുദ്ധ മദീന, ആ മദീനയിൽ എത്തുക, മുത്തുനബിയുടെ സവിധത്തിലെത്തുക, ഒരു സ്വലാത്തും സലാമും പറയുക, ഇത് ആഗ്രഹിക്കാത്തൊരു വിശ്വാസി മനസ്സ് ലോകത്തുണ്ടാകുമോ? അങ്ങനെ വല്ല കൊതിയില്ല എങ്കിൽ അവൻ്റെ മനസ്സുകൾക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ട് എന്നാണല്ലോ. അതെ, ജനലക്ഷങ്ങൾ ആ സാഫല്യം നേടിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹ് നമുക്കെല്ലാവർക്കും ആ സൗഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ. ദുൽഹിജ്ജ, പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ കാണാം, വൽ ഫജ്രി വലയാൽ അശ്ർ. അതെ, ഫജ്റിനെ തന്നെയാണ് സത്യം, 10 രാവുകളെ തന്നെയാണ് സത്യം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, ഹിയൽ അശ്റുൽ അവ്വലു മിൻ ദുൽഹിജ്ജ. ഈ 10 രാത്രി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10. അതാണ് ഇബ്നു അബ്ബാസ് തങ്ങൾ വിവരിക്കുന്നു. അതെ, അപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ സാക്ഷ്യപ്പെടുത്തലുണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ആദ്യ നാളുകൾക്കുള്ള പവിത്രത. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഅ്ളമൽ അയ്യാമി ഇൻദല്ലാഹി തആല യൗമുൻ നഹർ. നിശ്ചയം അള്ളാഹുവിൻ്റെ അടുക്കൽ ദിവസങ്ങളിൽ ഏറ്റവും ബലപ്പെട്ടത്, വിശേഷപ്പെട്ടത് പെരുന്നാൾ ദിവസം. അതെ, ആ പെരുന്നാളിനെ ഉളഹിയത്ത്, വലിയ പെരുന്നാളിനെ നാം കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ദുൽഹിജ്ജയുടെ 1 മുതൽ തന്നെ എല്ലാ നിലയ്ക്കും സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലം ഏറെയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹദീസുകൾ 1-ൽ കൂടുതലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവാചകത്തിലേക്ക് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. മാ മിൻ അമലിൻ അസ്ക ഇൻദല്ലാഹി അസ്സ വജല്ല വലാ അഅ്ളമ അജ്റൻ മിൻ ഖൈരിൻ യഅമലുഹു ഫീ അശ്റിൽ അദ്ഹാ. അതെ, ഈ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്ക് അതുപോലെ പ്രതിഫലം കൂടുതൽ ലഭിക്കുന്ന അമൽ, അത് ഈ ഈദുൽ അദ്ഹയുടെ, ദുൽഹിജ്ജയുടെ ആ 10 ദിനങ്ങളിലെ ആ അമലിൻ്റെ അത്രയും മറ്റൊന്ന് കാണില്ല എന്ന ഇമാം അദ്ദാരിമി ഉദ്ധരിച്ച ഹദീസ് വ്യക്തമാക്കുകയാണ്. സൂചിപ്പിച്ചത് ദുൽഹിജ്ജയുടെ ആദ്യ നാളുകളെക്കുറിച്ച്. നമ്മുടെ മതത്തിൻ്റെ ഭാഷയിൽ അതിൻ്റെ പവിത്രത വളരെ വളരെ വലുതായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത് കാണാം, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫിഹാ അഹബ്ബു ഇലല്ലാഹ് മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. ബുഖാരി നിവേദനമാണല്ലോ.
അതെ, ദിവസങ്ങൾ ഏതെടുത്താലും ആ ദിവസങ്ങളിലെ അമലുകൾ പരിശോധിക്കുമ്പോൾ, കർമ്മങ്ങൾ പരിശോധിക്കുമ്പോൾ അത് അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് വേറെ കാണാൻ കഴിയില്ല മിൻ ഹാദിൽ അയ്യാം, ഈ ദിവസങ്ങളല്ലാതെ. അതായത് യാനി അയ്യാമുൽ അശ്ർ, അതെ, ഈ 10 ദിനങ്ങൾ. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ, അവിടുത്തെ തിരുവാചകത്തിൽ, തിരുനാവ് കൊണ്ട് ഈ വചനങ്ങൾ പറയുന്നത് ജനകോടികൾ അതിൻ്റെ പവിത്രത ഏറ്റെടുക്കുകയാണല്ലോ. കാരണം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് വരുന്നതൊക്കെ വിശേഷപ്പെട്ടതാണ്. അവിടുന്ന് കളവ് സംസാരിക്കില്ല, മതത്തില്ലാത്തത് പറയില്ല. അപ്പോൾ ഈ ഹദീസിൻ്റെയും അതുപോലെ ഖുർആൻ്റെയൊക്കെ സാക്ഷ്യപ്പെടുത്തലിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഈ ദിവസങ്ങളെ ഈമാനുള്ളവർ നന്നായി പരിഗണിക്കും. കാരണം അത് മഹിതമായ ദിനങ്ങളാണ്. അതിൽ അമലുകൾ വർദ്ധിപ്പിക്കും. സൽക്കർമ്മങ്ങൾ മറ്റു ദിനങ്ങളെക്കാൾ ഏറെയാക്കും. ധാരാളം പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കും. ചില മതപണ്ഡിതന്മാർ, ഇമാമുകളൊക്കെ പറയുന്നുണ്ട്, അസബബു ഫിംതിയാസി ദുൽഹിജ്ജ, ഈ ദുൽഹിജ്ജയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ കാരണം അത് ഇജ്തിമാഉ മഹാത്തിൽ ഇബാദാത്തി ഫീഹ, അതിൽ ധാരാളം ഇബാദത്തുകളുടെ കേന്ദ്രം അത് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അതൊരു കേന്ദ്രമായി മാറി. ഫത്ഹുൽ ബാരിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്. അഥവാ നിസ്കാരം അതിലുണ്ട്, അതേപോലെ നോമ്പുണ്ട്, ഹജ്ജുണ്ട്, ദാനധർമ്മമുണ്ട്, ദിക്റുൻ്റെ റഹ്മാൻ, അള്ളാഹുവിനെ ഓർക്കൽ, സ്മരിക്കൽ ധാരാളം. കാരണം ഖുർആൻ തന്നെ ഈ നാടുകളിലുള്ള ഇബാദത്തിൻ്റെയും ദിക്റിൻ്റെയും ഒക്കെ വിശേഷം പറഞ്ഞ കൂട്ടത്തിൽ കാണാമല്ലോ, വേദക്കുറുസ്മല്ലാഹി ഫി അയ്യാമി മഅലൂമാത്ത്, ചില നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിക്കുക. സൂറത്തുൽ ഹജ്ജിൽ ഈ സൂക്തം കാണാൻ കഴിയും. ഇതിനോട് യോജിച്ച ഒരു പ്രവാചക വചനം തന്നെയാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അക്സിറു ഫീഹിന്ന മിന തഹ്ലീലി വ തക്ബീരി വ തഹ്മീദ്, ഈ ദിനങ്ങളിൽ നിങ്ങൾ തഹ്ലീലുകൾ വർദ്ധിപ്പിക്കണം, തക്ബീർ വർദ്ധിപ്പിക്കണം, അള്ളാഹുവിനെ ഹംദ് ചെയ്യൽ വർദ്ധിപ്പിക്കണം. ഇമാം അഹ്മദ് ഉദ്ധരിക്കുക. അതെ, ദിക്ർ, സ്വലാത്ത്, തക്ബീർ, തഹ്മീദ് ധാരാളമായി വർദ്ധിപ്പിച്ച് ഹൃദയത്തെ ഈമാൻ കൊണ്ട് പ്രകാശിക്കുക. ഒപ്പം നന്നായിട്ട് ദുആ ചെയ്യണ്ടേ. എന്താ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന വിഷയങ്ങൾ? നമ്മുടെ സ്വന്തം കാര്യം, കുടുംബകാര്യം, സാമൂഹ്യ കാര്യം തുടങ്ങി നമ്മുടെ ഗ്രാമങ്ങൾ തുടങ്ങി അന്താരാഷ്ട്ര തലത്തിൽ വരെ ഉമ്മത്ത് നേരിടുന്ന അവസ്ഥാവിശേഷങ്ങളൊക്കെ പ്രത്യേകം സൂചിപ്പിക്കേണ്ടതില്ലല്ലോ. നന്നായി ദുആ ചെയ്യുക. ഇപ്പോൾ ഈ വെള്ളി വെളിച്ചം നമ്മിലെത്തുമ്പോൾ ഇലക്ഷൻ റിസൾട്ടൊക്കെ അറിഞ്ഞ് ഇരിക്കുന്ന ഒരു വിശേഷപ്പെട്ട നാളിലാണ്. നമുക്കൊക്കെ ചില ഭയമുണ്ടായിരുന്നു, എന്താണ് സംഭവിക്കാമോ, എന്തായാലും ആലിമീങ്ങൾ പറഞ്ഞല്ലോ, നമുക്കൊന്നും ഭയപ്പെടാനില്ല. ഏത് ഭരണകൂടവും വരട്ടെ, ആരും വരട്ടെ, നമ്മുടെ ഖൽബ് അല്ലാഹുവിലേക്ക് തിരിക്കുക. പ്രത്യേകിച്ച് ദുൽഹിജ്ജയുടെ നാളിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ധീരമായ ചെറുത്തുനിൽപ്പ് നാം ഓർക്കുകയില്ലേ, നാം അനുസ്മരിക്കുകയില്ലേ? കിരാത ഭരണം അന്നുണ്ടായിരുന്നു. പക്ഷേ പ്രവാചകൻ തളർന്നില്ല. തൻ്റെ തൗഹീദിൻ്റെ പാതയിൽ അള്ളാഹുവിൻ്റെ സ്മരണയുമായി, ദീനിൻ്റെ ദഅവത്തുമായി മുന്നോട്ട് സഞ്ചരിച്ചു. എന്നെ തകർക്കാൻ, എന്നെ തളർത്താൻ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല എന്നായിരുന്നല്ലോ ഉജ്ജ്വലമായി പ്രഖ്യാപിച്ചതും അവിടുന്ന് പ്രവർത്തിച്ചതും. എന്തെല്ലാം പീഡനങ്ങളുണ്ടായി, പക്ഷേ അതെല്ലാം അതിജീവിച്ചുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുന്നോട്ട് നീങ്ങി. ഖുർആൻ പറഞ്ഞു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സ, ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മില്ലത്ത് മാർഗത്തിൽ പിന്തിരിയുന്നവൻ ആരാണ്? അവർ വിഡ്ഢികളായിരിക്കും. അതെ, നാം പിന്തിരിയലല്ല, നാം മില്ലത്ത് ഇബ്രാഹിമിലേക്ക് കൂടുതൽ അടുക്കുക, അതിൽ ഉറച്ചു നിൽക്കുക. അതെ, ആ ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹിതമായ ഒരു മാതൃക എന്ന നിലയിൽ നാം ഇപ്പോൾ ബലികർമ്മങ്ങൾക്കുമൊക്കെ തയ്യാറായിരിക്കുകയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് കാണാം, മാ അമില ആദമീൻ മിൻ അമലിൻ യൗമൻ നഹരി അഹബ്ബ ഇലല്ലാഹ് മിൻ ഇഹ്റാഖുദ്ദമി, പെരുന്നാൾ ദിവസം ചെയ്യുന്ന ഒരു സൽക്കർമ്മം, അത് രക്തമൊലിപ്പിക്കാതെ ഉളഹിയത്ത് എന്ന ബലികർമ്മം, അതിനേക്കാൾ വിശേഷപ്പെട്ട് വേറൊന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോൾ ഉളഹിയത്തിൻ്റെ പ്രാധാന്യം അറിയിക്കുന്ന വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം. വൻഹർ നാഅതൈനാക എന്ന സൂക്തത്തിൽ കാണാമല്ലോ, അതെ, അറുക്കുക എന്ന്. ഹദീസിൽ കാണാം, ഈ മൃഗങ്ങളൊക്കെ നാളെ പരലോകത്ത് സാക്ഷ്യപ്പെടുത്തലുമായി അവിടെ എത്തുമെന്നാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സാധ്യമാകുന്നവർക്ക് ഉളഹിയത്ത് ബലികർമ്മത്തിന് തയ്യാറാകുന്നു. സ്വന്തമായി ഒറ്റയ്ക്കും അതുപോലെ ഷെയർ ചേർന്നുമൊക്കെ വളരെ വിശേഷപ്പെട്ട
മതം പ്രോത്സാഹിപ്പിച്ച ഒരു അമൽ എന്ന നിലയിൽ അതിൻ്റെ മഹത്വവും വലിപ്പവും ഒക്കെ നാം മനസ്സിലാക്കുക. അതെ, ഈ ദിനങ്ങളിലൊക്കെ നാം പടച്ചവനെ കൂടുതൽ വാഴ്ത്തുകയാണ്, അള്ളാഹുവിന് ദിക്ർ സലാത്ത് അതേപോലെ വർദ്ധിപ്പിക്കുകയാണ്. സുന്നത്ത് നോമ്പുകൾ കഴിയുന്നവരുമൊക്കെ അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഒപ്പം മനസ്സിൻ്റെ അടിപ്പാടുകളിൽ നിന്ന് ഉള്ളൊരുക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആകൾ വർദ്ധിപ്പിക്കേണ്ടതാണ്. ജഗന്യന്താവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ പൊരുത്തം സമ്പാദിച്ച് മില്ലത്തു ഇബ്രാഹിമിൽ ഉറച്ചു നിന്ന് മഹാന്മാരുടെ പാതകൾ പിൻപറ്റി മുന്നോട്ട് സഞ്ചരിക്കുന്ന സജ്ജനങ്ങളിൽ, സൽക്രമകാരികളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.